അപ്പോൾ ഇന്ന് പഠിക്കാൻ പോണ പോർഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ടീച്ചറാണ്. അപ്പം പ്രൊഫഷണൽ എത്തിക്സ് എന്തിനെ റെഫർ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ടീച്ചറിൻ്റെ മോറൽ വാല്യൂസ്, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ആ ടീച്ചറിൻ്റെ ബിഹേവിയറിനെ ക്ലാസ് റൂമിനകത്തും പുറത്തും എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ എത്രത്തോളം ഓണസ്റ്റ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ഫെയർ ആയിട്ടും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടും മറ്റ് സ്റ്റുഡൻസിനോടും കൊളീഗ്സിനോടും പാരൻസിനോടും അതുപോലെ തന്നെ സൊസൈറ്റിയോടും ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അതിനകത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ എത്തിക്കൽ പ്രിൻസിപ്പൽ ഫോർ ടീച്ചേഴ്സ് എന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് സബ് ഹെഡിങ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഫഷണൽ ഡീലിങ്സിലും നമ്മൾ ഓണസ്റ്റും ഫെയറുമായിരിക്കണം. ദെൻ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളെയും കൊളീഗ്സിനെയും പാരൻസിനെയും ഡിഗ്നിറ്റിയോടുകൂടിയും എമ്പതിയോടുകൂടിയും വേണം ട്രീറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി. ഒരു ആക്ഷനിലായാലും പെർഫോമൻസിലായാലും റെസ്പോൺസിബിലിറ്റീസ് ടേക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി, അതായത് കുട്ടികൾ കൈമാറുന്ന ഇൻഫർമേഷൻസിനെ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കേൾക്കുകയും അതുപോലെ അത് കോൺഫിഡൻഷ്യലായി വെക്കുകയും ചെയ്യണം. ദെൻ ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനെ എല്ലാം ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ദെൻ കമ്മിറ്റ്മെൻറ്റ്, സ്റ്റുഡൻസിൻ്റെ ഡെവലപ്മെൻറ്റിലും അവരുടെ ലൈഫ് ലോങ് ലേണിങ്ങിലും നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ലൊയാലിറ്റി ആൻഡ് ഓണസ്റ്റി ആണ്. ഫസ്റ്റ് പോയിന്റ് ലൊയാലിറ്റി ആൻഡ് ഓണസ്റ്റി ആണ്. നോക്കിക്കേ, അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂളിലോ ഒരു കോളേജിലോ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബെറ്റർമെൻറ്റിന് വേണ്ടിയായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അതായത് അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബാഡ് നെയിം കൊടുക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാതിരിക്കണം. ദെൻ ഫോളോ റൂൾസ് ആൻഡ് പോളിസീസ്, അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ചില റൂൾസും പോളിസീസും ഒക്കെ കാണും. അതിനെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസിനെയും കരിക്കുലത്തെ കോഡ് ഓഫ് കണ്ടക്റ്റിനെയൊക്കെ അതേപോലെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടീം വർക്ക്. നമ്മൾ അവിടെയുള്ള സ്റ്റാഫുമായിട്ടും മാനേജ്മെൻറ്റുമായിട്ടും കോപ്പറേറ്റ് ചെയ്ത് അക്കാദമിക് കോ കരിക്കുലർ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കുക. ഓക്കെ, അപ്പം 3 പോയിൻ്റാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞത്. ഫസ്റ്റ് ലോയാലിറ്റി ആൻഡ് ഓണസ്റ്റി, സെക്കൻഡ് ഫോളോ റൂൾസ് ആൻഡ് പോളിസീസ്, തേർഡ് teamwork. Okay, then next portion ethical responsibility towards parents and the society. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് പാരൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കുട്ടികളുടെ പ്രോഗ്രസ്സിനെ പറ്റിയും ചലഞ്ചസിനെ പറ്റിയും പറഞ്ഞുകൊണ്ട് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണം. ദെൻ നെക്സ്റ്റ് ബി എ കമ്മ്യൂണിറ്റി ലീഡർ. ഡെമോക്രസി, ഇക്വാളിറ്റി, സെക്യുലറിസം എന്നിങ്ങനെ പറയുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം ത്രൂ ടീച്ചിങ്. ഓക്കെ, ടീച്ചിങ്ങിലൂടെ. ദെൻ നെക്സ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ട് അവരെ ഒരു ഫ്യൂച്ചർ സിറ്റിസൺസ് ആയിട്ട് വളർത്തുന്ന രീതിക്കുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ 3 പോയിൻ്റാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ പറഞ്ഞത്. മെയിൻറ്റെയിൻ കമ്മ്യൂണിക്കേഷൻ, ബി എ കമ്മ്യൂണിറ്റി ലീഡർ, ദെൻ നെക്സ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് വരുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് സ്റ്റുഡൻസ് എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് റെസ്പെക്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവരെ കാസ്റ്റിൻ്റെ ബേസിലോ ജെൻഡറിൻ്റെ ബേസിലോ റിലീജിയൻ്റെ ബേസിലോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസിലോ ഒന്നും മാറ്റി നിർത്താതെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. സോ രണ്ടാമത്തേന്ന് പറയുന്നത് എൻഷുർ എ സേഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ളൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കുക. അതായത് അവരുടെ ഇമോഷണൽ, ഫിസിക്കൽ, മെൻ്റലായിട്ടുള്ള എബിലിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു സേഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ് നമ്മൾ കൊടുക്കണം. ദെൻ മൂന്നാമത്തത്
കോൺഫിഡൻഷ്യാലിറ്റി. അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ട്രസ്റ്റ്ഫുള്ളായിട്ട് നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും ചിലപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ദെൻ നെക്സ്റ്റ് സപ്പോർട്ട് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക. ഇൻ്റലക്ച്വലായിട്ടും ഇമോഷണലായിട്ടും സോഷ്യലായിട്ടും ഗ്രോ ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക. ദെൻ നോ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഒരു ടീച്ചറിന് ആ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിൽ പേഴ്സണൽ ഗെയിനിന് വേണ്ടി അവരെ മിസ്യൂസ് ചെയ്യാതെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ്? റെസ്പെക്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, എൻഷുർ എ സേഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, third point is confidentiality, and the fourth point is support learning. Then the fifth point is no exploitation. ഓക്കെ, ദെൻ ഇനി അടുത്ത സബ് ഹെഡിങ് എന്ന് പറയുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദ ടീച്ചിങ് പ്രൊഫഷൻ. ഓക്കെ, ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്, അതായത് നമ്മൾ നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നോളജ് അപ്ഡേറ്റഡ് ആക്കുക, വർക്ക്ഷോപ്സും ട്രെയിനിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രൊഫഷണൽ ബിഹേവിയർ, നമ്മളെപ്പോഴും പഞ്ച്വലായിരിക്കണം, അതുപോലെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, പിന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് റെസ്പെക്ട് ഫോർ കൊളീഗ്സ്, നമ്മുടെ കൊളീഗ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതായത് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക, കോമ്പറ്റീഷൻസും ഗോസിപ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാളെ എന്ത് ചെയ്യണം, സഹായിക്കണം. അപ്പം 3 പോയിൻ്റാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്, സെക്കൻഡ് is professional behavior, and the third is respect for colleagues. Okay, ഇനി അടുത്തത് ethical responsibilities towards educational institution. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലോയാലിറ്റി ആൻഡ് ഓണസ്റ്റി, അതായത് നമ്മളെപ്പോഴും ലോയലും ഓണസ്റ്റുമായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ്. കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെയാണ് കാണിക്കുന്നത്. അത് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ഒരു ജോബിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ എത്തിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ടീച്ചിങ് പ്രൊഫഷനും ഇതുപോലെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കോഡ് ഓഫ് കോണ്ടക്റ്റ് പറയാം. ആസ് സജസ്റ്റഡ് ബൈ NCTE അല്ലെങ്കിൽ UGC സജസ്റ്റ് ചെയ്ത ബേസിലുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ഷുഡ് നോട്ട് അക്സെപ്റ്റ് ബ്രൈബ്സ് ഓർ ഗിഫ്റ്റ് ഫോർ ഫേവറിങ് സ്റ്റുഡൻസ്, അതായത് ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റുഡൻസിനെ ഫേവർ ചെയ്യുന്ന തരത്തിൽ അവരുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റോ ബ്രൈബ്സോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ടീച്ചർ ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ എക്സെട്ര. ടീച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ കാസ്റ്റിൻ്റെ, റിലീജിയൻ്റെ, ജെൻഡറിൻ്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദേ മസ്റ്റ് അവോയ്ഡ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഇൻസൈഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ടീച്ചേഴ്സ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റിനെ ഇല്ലാതാക്കണം. അതായത് അവർക്ക് ടീച്ചേഴ്സിന് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ദെൻ നെക്സ്റ്റ് അവോയ്ഡ് ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്സ് ഓർ കോൺവേഴ്സേഷൻ വിത്ത് സ്റ്റുഡൻസുമായിട്ട് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും കോൺവേഴ്സേഷനും ഒന്നും പാടില്ല. അപ്പോൾ ഇത് ഇത്രയുമാണ് കോഡ് ഓഫ് കോണ്ടക്റ്റിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ചലഞ്ചസ് ഇൻ മെയിൻറ്റെയിനിങ് എത്തിക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ് പ്രഷർ ഫ്രം മാനേജ്മെൻറ്റ് ഓർ പാരൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പാരൻസ് ഈ ടീച്ചേഴ്സിന് പ്രഷർ കൊടുക്കാറുണ്ട്. അതായത് ചിലപ്പോൾ സ്റ്റുഡൻസിനും കൂടുതൽ മാർക്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. അതുപോലെ ആക്ച്വലി ഫെയിൽഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കും, പക്ഷേ അതിന് പാസ് മാർക്ക് കൊടുത്ത് അതിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ റിച്ച് പാരൻസിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും, അവർക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് കുട്ടിക്ക് മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ അവരെ റിക്വസ്റ്റ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് പാസ്ഡ് ആക്കണം എന്നുള്ളതൊക്കെ പറയുന്ന ഒരു
ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ആ കുട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പുവറായിരിക്കും, എങ്കിലും അതിനെങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവിടെ അതാണ് മാനേജ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള തരത്തിലുള്ള പ്രഷേഴ്സ്. ദെൻ നെക്സ്റ്റ് ഫേവറേറ്റിസം ആൻഡ് ബയാസ്. അതായത് എന്താണ്, ചിലപ്പോൾ ടീച്ചേഴ്സിന് തോന്നാറുണ്ട് എന്താണ് പേഴ്സണൽ ലൈക്സ് വരാറുണ്ട് കുട്ടികളിലൂടെ, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിന് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് പേഴ്സണൽ ലൈക്സ് തോന്നാറുണ്ട്. അത് ചിലപ്പോൾ അൺഇൻറ്റൻഷനലി ആയിരിക്കാം, ഇൻറ്റൻഷനലി ആയിരിക്കാം. ഒരു കുട്ടിയെ കൂടുതൽ അറ്റൻഷൻ ഒരു കുട്ടിക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ മറ്റു കുട്ടികളോട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കുട്ടികളോട് ഒരു ഡിസ്ലൈക്ക് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ എത്തിക്കൽ ടീച്ചിങ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്താണ്, പക്ഷേ ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണൽ ഫീലിങ്സ് ഇൻ്റർഫിയർ ചെയ്യാം. പക്ഷെ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചറിന് ഉണ്ടാകാം ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് എന്താണ് കുറച്ച് ഫേവറേറ്റിസം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ വീക്ക് വൺസിനെ ഇഗ്നോർ ചെയ്യിക്കാം. ഓക്കെ, പക്ഷേ അങ്ങനൊന്നും അല്ല, എല്ലാവർക്കും ഈക്വൽ സപ്പോർട്ട് ഡിസേർവ് ചെയ്യുന്നവരാണ്. എല്ലാവരും ഈക്വൽ സപ്പോർട്ട് ഡിസേർവ് ചെയ്യുന്നവരാണ്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ബാലൻസിങ് പേഴ്സണൽ വാല്യൂസ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ വാല്യൂസും ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസിയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. ഇപ്പം ടീച്ചറിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല ചിലപ്പം, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അഭിപ്രായമായിരിക്കില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത്, പക്ഷെ അതുമായിട്ട് നമ്മുടെ അഭിപ്രായം ഈക്വലായിട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസിനെയും അവരുടെ റൂൾസിനെയും ഒബേ ചെയ്യുക, അതുപോലെ തന്നെ പേഴ്സണൽ പ്രിൻസിപ്പിൾസിനെയും ഫോളോ ചെയ്യുക. ഓക്കെ, എന്താണ്, ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ടീച്ചർ ബിലീവ് ചെയ്യുന്നത് ഓപ്പണും ലിബറലുമായിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു സ്ട്രിക്റ്റ് കരിക്കുലം ഫോളോ ചെയ്യണം എന്നായിരിക്കും. അപ്പോൾ അതിനെ രണ്ടിനെയും ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെയും ഒരുപോലെ കൊണ്ടുപോകുക. ഇനി ഇതിനൊക്കെ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന ഒരു പോർഷനിൽ പഠിച്ചത്. ഇനി ഇതിനൊരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ റെസ്പെക്ട്ഫുള്ളും അതുപോലെ സക്സസ്ഫുൾ ടീച്ചിങ് കരിയേഴ്സിനെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ദെൻ എന്താണ്, ഇതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എത്തിക്കൽ പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ഗെയിൻ ചെയ്യുന്നു, റെസ്പെക്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ബെറ്റർ റിലേഷൻഷിപ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ എന്താണ്, ഒരു സൊസൈറ്റീനെ ഷേപ്പ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ എന്താണ് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിട്ട് നർച്ചർ ചെയ്ത് എന്താണ് നമുക്ക് ഷേപ്പ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന പോർഷനിൽ ഉള്ളത്.